ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് നമുക്ക് പൈന്തൂർ ഇറങ്ങിയിട്ടേ മുരുദേശ്വർ പോകാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ തിങ്. ഇതാ നമ്മൾ വീട് റെസിഡൻസി ഇതാണ്. കൈരളി റെസിഡൻസിയുടെ അടുത്താണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ആക്ച്വലി കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ മുരുദേശ്വർ പോകാൻ ബൈണ്ടൂർ ഇറങ്ങണം. ബൈണ്ടൂർ ഇറങ്ങി ആ വണ്ടി നിർത്തുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ക്രോസ് ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് വണ്ടി കിട്ടും. അപ്പം അങ്ങോട്ടേക്കുള്ള ബ്ലോഗിലേക്ക് എവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരും. ഇടയ്ക്ക് അവർ ടീ ബ്രേക്കിനൊരു സ്ഥലത്ത് നിർത്തും. അതാണ് അവിടെ കാണുന്നത്. അവർക്ക് ഡ്രൈവറിനൊക്കെ ചെയ്യും. നമുക്കും വേണമെങ്കിൽ ഇറങ്ങാം, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അന്നദാനമാണ് മുരുദേശ്വറിൽ നിന്ന് കഴിച്ചത്. അവിടെ പക്ഷേ നിങ്ങൾക്ക് സൗണ്ട് മൈക്കില്ലാത്തോട്ട് കേൾക്കണമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതാ ബ്രേക്കിനിട്ടതിന് ശേഷം കൊല്ലൂരിൽ നിർത്തപ്പോൾ ഒരു വനദുർഗ ക്ഷേത്രം പോലെയാണ് അതിൻ്റെ കാഴ്ചയാണ്. ഈ ആർച്ച് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ കൊല്ലൂരിലെത്തി. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു. മുരുദേശ്വറിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് പോഹയും ഉപ്പുമാവും പിന്നെ ചൂട് പാല് അതിനകത്ത് കുരുമുളക് എന്തോ ചേർത്ത് നല്ല രസമായിരുന്നു. നമ്മൾ ക്ഷീണിച്ച് പോകുമ്പോൾ അത് കുടിച്ച് കഴിയുമ്പോഴും റിലീഫ്. അത് അങ്ങോട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് എൻ്റെ ഓഡിയോ കേൾക്കുമോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഡയലോഗുകൾ ഇത്രേ ഉള്ളൂ. രണ്ട് സൈഡും ഭയങ്കര കാടാണ്. അപ്പോൾ രാത്രിയൊക്കെ വരുമ്പോൾ ഞാനൊക്കെ ഒരു ബ്ലോഗർ ആയതുകൊണ്ട് അത്യാവശ്യം നേരത്തോടെ ചാടി ഇറങ്ങി വരുന്നു. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. ഭയങ്കര ഇരുട്ടായിരിക്കും. ഒരു ഹെൽപ്പിന് പോലും ആരും കാണൂല. സോ ദാറ്റ്സ് എ തിങ്. ഞാനങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഗോഡസ് എല്ലായിടത്തും ചാടി കയറി ഓടി ചാടി നടക്കുന്ന ടീമാണ്. പക്ഷേ പണി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഞാൻ ഇന്ന് പണി കിട്ടുമെന്ന് നോക്കിയിരിക്കുവാണ്. സോ ഇങ്ങനെയാണ് ഇവിടെ മൊത്തം പോകുന്ന വഴി മൊത്തം ഇങ്ങനെയാണ്. ഞാൻ എല്ലാം എടുക്കുന്നില്ല. എൻ്റെ 2022 വ്ളോഗ് നോക്കുക. കാരണം എല്ലാം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മെമ്മറി ഫുള്ളായി ബാക്കി അങ്ങോട്ടുള്ള വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഇവിടെ എന്തോ ടീ ബ്രേക്കിന് നിർത്തി അവർ. സാധാരണ നിർത്തും ഈ പോയിന്റ്. ബൈണ്ടൂരിൽ നിന്ന് മുരുദേശ്വർ വരെ 67 രൂപയാണ്. പിന്നെ മുരുദേശ്വർ ഗേറ്റ് വരെ ഈ ബസ് പോകത്തുള്ളൂ. ബൈണ്ടൂരിൽ നിന്ന് നമ്മൾ പിടിക്കുന്ന ബസ് ആ ഗേറ്റിൽ നിന്ന് മുരുദേശ്വർ ക്ഷേത്രം വരെ പോകാൻ 50 രൂപയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ 50 രൂപ. ആ ഗേറ്റിൻ്റെ അവിടുന്ന് ലോക്കൽ ബസ്സും കിട്ടും. ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല ബസ്സിന്. സ്റ്റേഷനായി നമ്മൾ കൊല്ലൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് മുരുദേശ്വർ പോകണമെങ്കിൽ ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് നമ്മൾ ബസ് കയറി ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കണം. എന്നിട്ട് റെഡ് ബസ്സുകൾ വരും, റെഡ് കളർ. അതിനകത്ത് ചോദിച്ചിട്ട് കയറുക മുരുദേശ്വർ എന്ന് പറയും. ഇനി അതെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് ബൈണ്ടൂർ റോഡിൽ നിന്ന് മുരുദേശ്വറിലേക്ക് ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈണ്ടൂരിൽ നിന്ന് പട്കാൽ വരെ വരിക. അതിനുശേഷം അവിടെ നിന്ന് ഇഷ്ടംപോലെ മുരുദേശ്വർ ബസ് കിട്ടും. ഞാനിപ്പം നിൽക്കുന്നത് പട്കാൽ ബസ് സ്റ്റേഷൻ. വണ്ടി അവിടെ കുറച്ചു നേരം ഇട്ടേക്കാം. അങ്ങനെ ബൈണ്ടൂരിൽ നിന്ന് മുരുദേശ്വർ ഗേറ്റ് വരെ എത്തി നമ്മൾ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോയിൽ പോവാം. അതേ നടക്കാൻ വഴി പാണ്ടോ കൊണ്ട് ലോക്കൽ ബസ് പുറകെ ഉണ്ടെന്ന് വരുന്നു. നോക്കാം.
ഗോഡസ് മുരുദേശ്വര എത്തി പീച്ചെ. നമുക്കിനി തൊഴുതിട്ട് വരാം. അകത്ത് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ട്രൈ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് ക്ഷേത്രത്തിനകത്ത് വന്നു. ഇത് വന്നവർക്കറിയാം, ആനയൊക്കെ ഉണ്ട്. തൊഴാൻ പോവാം. കമോൺ, നമുക്ക് വേഗം തൊഴുതിട്ട് വന്ന് തിന്നാം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. ഇനി അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, സോ കയറിയിട്ട് വരാം. ബൈ. പുറകെ കടലാണ്. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് മൊബൈൽ എടുത്തുകൂടാ, പക്ഷെ എന്നാലും ഞാൻ എല്ലാവരും എടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ മുരുദേശ്വരത്ത് തൊഴുതു. നല്ലൊരു ഇതുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാനൊന്ന് അന്നദാനം ഡൈനിങ് ഹാൾ വരെ പോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് 7 തൊട്ട് 10 മണി വരെ ഉള്ളൂ. കറക്റ്റ് ഞാൻ ലാൻഡ് ചെയ്ത് ഒരു 9-9:15 പോയി ഞം പിന്നിട്ട് അവിടുത്തെ വിശേഷം ഞാൻ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൗണ്ടർ ഇങ്ങോട്ടാണ്. ഇതാ ടിഫിൻ ടൈമിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങോട്ടാണ് ടിഫിൻ ഡൈനിങ് ഹാൾ. അങ്ങോട്ട് പോകാൻ കറക്റ്റ് ടൈമാണ് നിങ്ങളുടെ കോളേജ് ലാൻഡ് ചെയ്തത്. അങ്ങനെ ഞാൻ തിന്നാൻ പോകുന്നു ഡൈനിങ് ഹാളിൽ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഹോളാണ്. ഹലോ ಬರ್ತೀರಿ? ഹലോ അങ്ങനെ നമ്മൾ അന്നദാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. പോഹയൊക്കെ മുംബൈക്കാരന്മാരുടെ ആഹാരമാണ്, പക്ഷെ ഉപ്പുമാവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മറ്റൊന്നും തിന്നു പ്രസാദമായതുകൊണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ദർശനം കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. ബീച്ചാണ് ബാക്കിൽ, മുരുദേശ്വര ബീച്ച്. അപ്പം നമുക്ക് സ്ഥലം കാര്യമാക്കാം. ഇനി ഉടുപ്പിയും കൂടെ കവർ ചെയ്ത് എനിക്ക് മാംഗ്ലൂരിൽ നിന്നാണ് ട്രെയിൻ. സോ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നതിന് എനിക്ക് ടൈമാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടാറ്റ പേപ്പർ. ഇവിടെ അന്യായ തിരക്കാണ് കേട്ടോ ഡിയേഴ്സ്. ഇന്ന് വെനസ്ഡേ ആണ്, 3-ാം തീയതിയാണ് ഡിസംബർ. എന്നാലും അന്യായ തിരക്ക്. ഒരു ഫോട്ടോ പോലും എടുക്കാൻ ടാസ്ക്കാണ് ഇവിടെ. ആൾക്കാരുടെ ഭയങ്കര കൂട്ടമാണ്. അതുകൊണ്ട് ഞാൻ കറങ്ങുന്ന ഒരു റീല് മാത്രം ഇവിടെ നിന്ന് എടുക്കാം. വന്നതല്ലേ, വേറെ ചാടുന്നൊന്നും ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നില്ല. കാരണം ഒന്നാമത് എനിക്ക് സ്ഥലമില്ല, ആൾക്കാർ ഞെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട്. വേഗം സമയം കളഞ്ഞ ലഗേജ് റൂം പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം.
അവിടെ നിന്ന് ലഗേജും എടുത്ത് നമ്മുടെ പാണ്ടൻ ബാഗും എടുത്ത് ചെരുപ്പ് കൊടുത്തു. അതും കൂടി എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ തിരക്ക് കുറഞ്ഞ ഒരു ദിവസം വരുവാണെങ്കിൽ ഇത്ര റഷ് ലെവലും തൊഴാൻ പറ്റി ഭഗവാൻ. അതൊരു നിർവൃതിയാണ്. പ്രസാദം കിട്ടി. ലഡുവും വേറൊരു സംഭവം. എനിക്കിവിടുത്തെ ലഡു ഭയങ്കര ഇഷ്ടമാണ്. ഇനി അപ്പുറത്തെന്തോ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, അതും കൂടി ഒന്ന് തൊഴുതിട്ട് വരാം. താഴെ എത്രയും പെട്ടെന്ന് പോയാൽ അടുത്ത തീർത്ഥാടന യാത്ര ഒരെണ്ണം കൂടെ ഉണ്ട്. അത് വേഗം കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ പോകാൻ ട്രെയിൻ കിട്ടും. ഇവിടെ കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട്. മണി 10 ആകുമ്പോൾ അന്യായ വെയില്. ആ ക്ഷേത്രവും കൂടെ കവർ ചെയ്യാം. ഇതോ പുറകെ കാണുന്നു. മുരുദേശ്വര വ്ളോഗ് ഇവിടെ കഴിയുന്നു. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തീർത്ഥാടന യാത്ര ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അങ്ങോട്ട് നിങ്ങളും വരുന്നത് നെക്സ്റ്റ് വ്ളോഗായിട്ട് വരും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് നമ്മുടെ ചെരുപ്പ് കൗണ്ടറൊക്കെ സൈഡിലായിട്ട് വന്ന ക്ഷേത്രത്തിൽ. ചെരുപ്പിൻ്റെ ടോക്കൺ കൊടുക്കണം, സൂക്ഷിച്ച് വെച്ചിരിക്കണം. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ വരുന്ന ചെരുപ്പ് കൗണ്ടർ. ബാഗേജ് കൗണ്ടറിൽ പോകാം. ഇത് അങ്ങ് കാണുന്നതാണ് ലഗേജ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പറഞ്ഞത് ക്ഷേത്രം ഇവിടെയാണ്. ഇതിൻ്റെ ജസ്റ്റ് പുറത്ത് ആ കമ്പി, ആ കമ്പ കുട്ടി പോകുന്നത്, അയാൾ കയറി വരുന്നത്, അതിൻ്റെ അങ്ങാണ് ലഗേജ്. അവിടെ പോയി കാണിച്ചു തരാം. അത് അങ്ങേ അറ്റം. അപ്പോൾ അതാണ് ആ ചേച്ചിമാർ പോകുന്ന ലഗേജ് റൂം. അവിടെ പോയി നമ്മുടെ ബാഗ് എടുക്കണം. ബാഗ് ഒന്നും 20 രൂപയാണ് കേട്ടോ. ചെരുപ്പിന് 5 ആയിരുന്നു. ടൈമിംഗ് ഉണ്ട്. 6 തൊട്ട് 6 രാവിലെ 6 രാത്രി 8 വരെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാഗ് എടുക്കണമെങ്കിൽ ബാഗ് ഇതിനകത്തായി പോകും.